അങ്ങനെ അധികം വൈകാതെ ബാലചന്ദ്രൻ കുളത്തുപുഴ വെച്ച് സ്റ്റാൻലിയെ കണ്ടെത്തുകയാണ്. അലീനയുടെ സ്വന്തം അച്ഛനെ. സ്റ്റാൻലിയെ നേരിൽ കണ്ടപ്പോ കൂടെ വന്ന ഗോവർദ്ധൻ ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്തിനാണ് ഗോവർദ്ധൻ ഞെട്ടിയതെന്ന് അറിയണ്ടേ? അതാണ് ട്വിസ്റ്റ്. അത് മാത്രമല്ല, സത്യങ്ങളൊക്കെ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് തുറന്നു പറയുന്ന സമയത്ത് സ്റ്റാൻലി ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ്. ഇത് കേട്ട് ബാലചന്ദ്രന് ദേഷ്യം പിടിച്ചമർത്താൻ പറ്റുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ ഈ കാര്യം പൂർണ്ണമായിട്ടും നിഷേധിക്കുന്ന സ്റ്റാൻലിയുടെ ഷർട്ടിന്റെ കോളറിൽ കയറി ദേഷ്യപ്പെട്ട് പിടിക്കുകയാണ്. എന്നാൽ മറുഭാഗത്ത് മാമച്ചന്റെ വീട്ടിലെ കുട്ടിയും രോഹിത്തും നല്ല കൂട്ടായിരിക്കുകയാണ്. വൈജയാണെങ്കിൽ തന്റെ മക്കളെ കൊണ്ട് ആ അലീന മാമച്ചന്റെ വീട്ടിലോട്ട് പോയെന്നും പറഞ്ഞിട്ട് ആകെ കലിപ്പിലാണ്. അതിന്റെ ഇടയിൽ കൂടെ അലീന ബാലചന്ദ്രന്റെ മകൾ അല്ലെന്നുള്ള സത്യം കൂടി വൈജയ് ഇപ്പൊ തിരിച്ചറിഞ്ഞിരിക്കുകയാണല്ലോ. എല്ലാം കൂടി മതിയല്ലോ വൈജയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പൊ ആ ഒരു കിടിലൻ ത്രില്ലടിപ്പിക്കുന്ന ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണിത്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് അലീനയാണ്. അലീന മുറിയിലോട്ട് കയറി വരുന്ന സമയത്ത് ബബിതയും കൃഷ്ണയും രേവതി കുട്ടിയോട് നല്ല സംസാരത്തിലാണ് കേട്ടോ. അത് ശരി, അപ്പൊ നിങ്ങൾ 3 പേരും ഇവിടെ സംസാരത്തിലാണല്ലേ? അല്ല, ഇങ്ങോട്ട് വരുമ്പോ ഞാനും കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ 3 പേരും ഒറ്റക്കെട്ടായില്ലേ? നമ്മളൊക്കെ പുറത്തല്ലേ? അപ്പൊ കൃഷ്ണ പറയുന്നുണ്ട്, അല്ല അലീന ചേച്ചി എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഒരുപാട് നോക്കിയല്ലോ. പിന്നെ ചുമ്മാ പറയല്ലേ, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? അയ്യോ അല്ല, സത്യമായിട്ട് ഞാൻ ഇവിടെയൊക്കെ നോക്കി. ദേ രേവതി കുട്ടിയോട് ബബിതേച്ചിയോട് ചോദിച്ചു നോക്ക്. അത് ശരിയാ, കൃഷ്ണ ചേച്ചി ഒരുപാട് അന്വേഷിച്ചു. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അല്ല ബബിതേ, രോഹിയെ കണ്ടിരുന്നോ? ഇല്ല ചേച്ചി, ഞാനിവിടെ നോക്കി, ഇവിടെയെങ്ങും കാണാനില്ല. ചിലപ്പോ മാമച്ചാന്റെ കൂടെ എങ്ങോട്ടേലും പോയി കാണും. ഷോ, ഈ രോഹി ഇത് എവിടെ പോയി കിടക്കുക? രേവതി മോളെ, നീ ഒന്ന് മാമച്ചായനെ വിളിച്ചു നോക്കിയേ, കൂടെ ഉണ്ടോന്ന് അറിയാലോ. ഷോ, ഇത് വലിയ കഷ്ടമാണല്ലോ. രോഹിത് എന്താ ചെറിയ കൊച്ചുകുട്ടിയാണോ? അല്ല, നിങ്ങൾ 3 പെൺപിള്ളേരെയും അവനല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഇങ്ങോട്ടുള്ള വഴി രോഹിത്തിന് അറിഞ്ഞൂടെ? ഇത് പറഞ്ഞുകൊടുക്കുമ്പോഴാണ് ആന്റി അകത്തോട്ട് കയറി വരുന്നത്. ഹലോ ഗേൾസ്, അല്ല ഞാനിങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയോ? ഏയ്, ഞങ്ങൾക്ക് എന്ത് ഡിസ്റ്റർബൻസ്? ആന്റി വാ, നമുക്ക് കളറാക്കാം. ഓ, എന്നെ മാമച്ചനെ വിട്ടേക്കേ, ഈ പ്രായത്തിൽ ഞങ്ങൾ എന്ത് കളറാക്കാനാ? നിങ്ങളല്ലേ ചെറുപ്പക്കാരിയെ, നിങ്ങൾ കളറാക്കും മക്കളെ. ആന്റി ഇപ്പൊ വന്നതേ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കാനാ. അപ്പൊ അലീന പറയുന്നുണ്ട്, അയ്യോ ഇപ്പൊ ഒന്നും വേണ്ട ആന്റി, ഇപ്പോഴല്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഓ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടിപ്പോ 1/4 മണിക്കൂറായില്ലേ, ഇനി എന്തെങ്കിലും ജ്യൂസ് കുടിക്കാം. അപ്പൊ കൃഷ്ണ പറയുന്നുണ്ട്, ഷോ ഈ ആന്റി വലിയ തീറ്റിക്കലാണല്ലോ, തീറ്റിച്ച് എന്റെ വയറിൽ ഒട്ടും ഗ്യാപ്പില്ലാതായി. അപ്പൊ ബബിത പറയുന്നുണ്ട്, ശരിയാ, ഇപ്പൊ വിശപ്പുണ്ടോന്ന് പോലും അറിയുന്നില്ല. അല്ല രേവതി കുട്ടി എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നത്? അയ്യോ അതൊന്നും പറയണ്ട, കൊറേയൊക്കെ ഞാൻ മാറ്റിയെടുത്തതാ. ഇല്ലാന്നുണ്ടെങ്കിലേ ഇവരെ പോലെ ഞാനും ദേ ഇങ്ങനെയാവും. അപ്പൊ ആന്റി പറയുന്നുണ്ട്, ഓ കുറച്ച് തടിച്ചെന്ന് കരുതിയിട്ടേ ഒരു കുഴപ്പം വരാനില്ല. ഇല്ല, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇങ്ങനെ കണ്ട അസുഖങ്ങളൊക്കെ വരികയേ ഉള്ളൂ. അതങ്ങ് വന്നിട്ടേ തലോടി പോവും, നിസ്സാരം അല്ല അലീനേച്ചി. ദേ പെണ്ണെ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ചേച്ചി, ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമില്ലേ? എന്റെ കണ്ണ് തെറ്റിയാലേ 2 പേരും മധുരം കഴിക്കും, നല്ല എണ്ണയുള്ള പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടത് കഴിക്കും. എന്റെ കണ്ണ് തെറ്റിയാലേ ഈ ഹോട്ടൽ ഫുഡ്സ് ഒക്കെ കഴിക്കുന്നത്. അതൊന്നും അത്ര നല്ലതല്ലെന്ന് പറഞ്ഞാലേ 2 പേരും കേൾക്കില്ല. ഈ പ്രാവശ്യത്തെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഒരല്പം കൂടി കൂടിയിട്ടുണ്ട്. അതൊക്കെ ഇനിയൊന്ന് ശരിയാക്കണം. ഓ പിന്നെ അലീന മോളെ, അത്രയ്ക്ക് അങ്ങ് കൂടിയിട്ടൊന്നുമില്ല, ഒരല്പം, ഒരു ഇച്ചിരിയൊക്കെ കൂടിയിട്ടുള്ളൂ. ഇച്ചിരി കൂടിയ ലിസ്റ്റ് ഞാനെടുത്ത് കാണിച്ചു കൊടുക്കട്ടെ? ഇത് നോക്ക് അലീന മോളെ, മനുഷ്യരാകുമ്പോൾ മനുഷ്യർക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ തോന്നില്ലേ? എന്ന് വെച്ച് പാടാതെ ഉപേക്ഷിക്കാനൊക്കെ പറ്റുമോ? അതൊന്നും കുഴപ്പമില്ല ആന്റി, മനുഷ്യരാകുമ്പോൾ ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിക്കാൻ കൊതി തോന്നും. ആ സമയത്ത് കുറച്ച് ലിമിറ്റ് ചെയ്ത് കഴിക്കുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. രേവതിക്കുട്ടി, നീ ഇവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ? ഇവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊന്നും കൊടുക്കാറില്ലേ? അയ്യോ, രേവതിക്കുട്ടിക്ക് ഞങ്ങളോട് ഒരു സ്നേഹക്കുറവില്ല. അലീന മോൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മോള് വാങ്ങിച്ചു തരാറുണ്ട്. പക്ഷെ മോള് വാങ്ങിച്ചു തരുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾ കട്ട് കഴിക്കും. അതാണ് അവളുടെ പ്രശ്നം. എന്തായാലും അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അപ്പൊ കൃഷ്ണ പറയുന്നുണ്ട്, ദേ വീണ്ടും ആന്റി, ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും വേണ്ട, കുറച്ച് സമയം കഴിയട്ടെ, ഞങ്ങൾ പറയാം അങ്ങോട്ട്. ഓ എന്നാ ശരി, സ്ലിം ബ്യൂട്ടികളൊക്കെ കഴിക്കാൻ തോന്നുമ്പോ എന്നോട് വന്ന് പറഞ്ഞാ മതി. അന്നേരം ഞാനൊന്ന് ആലോചിക്കട്ടെ എടുത്ത് തരണോ വേണ്ടെന്ന്. ഒരു സ്ലിം ബ്യൂട്ടികൾ വന്നിരിക്കുന്നു. ഇതും പറഞ്ഞിട്ട് ആന്റി അവിടുന്ന് പോവാൻ കേട്ടോ. അങ്ങനെ അവര് ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ബാലചന്ദ്രനെയും ഗോവർദ്ധനെയാണ്. അപ്പോ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ബാലേട്ടാ, ഈ യാത്ര നമുക്കിവിടെ അവസാനിപ്പിച്ചൂടെ? അവസാനിപ്പിക്കാനായിരുന്നെങ്കിൽ ഇത്രയും ദൂരം താണ്ടി നീയും ഞാനും ഇങ്ങോട്ട് വരണായിരുന്നു. അതല്ല ബാലേട്ട ഞാൻ പറഞ്ഞത്. ആർക്കോ എവിടെയോ കിടക്കുന്ന ഒരു മനുഷ്യന്
അലീനെ എന്താണെന്നോ ഏതാണെന്നോ അറിയാത്ത ഒരാളെ അയാളുടെ കയ്യിലോട്ട് നമ്മുടെ അലീനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് സേഫ് ആണെന്ന് ബാലേട്ടന് തോന്നുന്നുണ്ടോ? എന്തോ എനിക്കെന്തായാലും അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അയാൾ എവിടെയുള്ളവനാണ്, എത്രക്കാരനാണ്, എങ്ങനെയുള്ള ഒരുത്തനാണ് എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അയാളുടെ സ്വന്തം രക്തമായിരിക്കാം അലീന എന്നും പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം മകളാണെന്നും പറഞ്ഞു വരുന്ന അലീനയെ അയാൾക്ക് മകളായിട്ട് കാണാൻ പറ്റുമോ? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് അലീന, ചെറിയ കുട്ടിയൊന്നുമല്ല. നമ്മൾ ഇത്രയും ദൂരെ അലീനയെ കൊണ്ടാക്കുന്ന സമയത്ത് അത്രയെങ്കിലും ഒന്ന് നമ്മൾ ചിന്തിക്കണ്ടേ ബാലേട്ടാ? ബാലേട്ടൻ എന്താ ഞാൻ ഇത്രയൊന്നും സംസാരിച്ചിട്ട് ഒന്നും പറയാത്തത്? ഗോവർദ, ഈ കാര്യങ്ങളൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ലെന്നാണോ നീ കരുതുന്നത്? ഞാൻ അങ്ങനെയൊന്നും കരുതാൻ നിന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് പറഞ്ഞത്. ആ പാവം പെങ്കൊച്ചിനെ അറിയാത്തൊരു സ്ഥലത്താക്കിയിട്ട് പോവണ്ട. ഇനിയിപ്പോൾ ആ വീട്ടിൽ നിന്ന് ആ കൊച്ചു പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ. എന്നാലും അതിനവിടെ പിടിച്ചു നിൽക്കാൻ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും. നമ്മുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യല്ലോ ബാലേട്ടാ. ഗോവർദ, ഞാനൊരു മണ്ടനല്ല. എൻ്റെ സ്വന്തം ചോരയിലുള്ള മക്കളെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നോ അതിനേക്കാൾ കൂടുതൽ ഇന്ന് ഞാൻ അലീനയെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മൂത്ത സ്വന്തം മകളായിട്ട്. ഇപ്പം തോന്നുവാടോ അലീന എൻ്റെ സ്വന്തം മകളായിരുന്നുവെങ്കിലെന്ന്. കാരണം നീ കണ്ടതല്ലേ എന്റെ മക്കളെ അവൾ സ്വന്തം ചേച്ചിയെ പോലെ നോക്കിയത്. രോഹിക്ക് പനി പിടിച്ച് കിടന്നിട്ട് അവന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളും ഛർദിലും അല്ലാത്തതും എല്ലാം അവളൊരു പരാതിയില്ലാതെ വൃത്തിയാക്കില്ലേ ഗോവർദ? സ്വന്തം ചേച്ചിയെ പോലെ. ബാലേട്ട, അതിന് അലീന അവരുടെ സ്വന്തം ചേച്ചി തന്നെയാണല്ലോ. പക്ഷേ അലീന എന്റെ മകളല്ലല്ലോടോ. ബാലേട്ടൻ അത് വിട്. എന്തായാലും ഈ സ്റ്റാൻലി എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായെന്ന് അറിയാത്തോടത്തോളം കാലം ഈ അവകാശവും പറഞ്ഞ് അങ്ങോട്ട് വരത്തില്ല. ഗോവർദ, അപ്പൊ നീ എന്താ പറയുന്നത്? ബാലചന്ദ്രൻ ഇവിടെ ഇപ്പോൾ ഇത്രയും ദൂരം താണ്ടി വന്നിരിക്കുന്നത് ചുമ്മാ ചൂളം വിളിച്ച് കാലും മടക്കി തിരികെ പോവാനാണെന്നാണോ? എന്നാൽ ഗോവർദ്ധൻ ഒരു കാര്യം ഓർത്തോ, ഈ ബാലചന്ദ്രൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാൻലിയെ കണ്ടിരിക്കും, കാര്യങ്ങൾ പറഞ്ഞിരിക്കും. പിന്നീടൊക്കെ അവൻ എത്രക്കാരനാണെന്ന് നോക്കിയിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യൂ. എൻ്റെ അഭിപ്രായത്തിൽ ബാലേട്ടൻ ചെയ്യുന്നത് വിഡ്ഢിത്തരമാണ്. അതേടാ, ഞാൻ ചെയ്യുന്നത് വിഡ്ഢിത്തരമാണ്. അല്ലേനും ജീവിതത്തിൽ ഞാനൊരു വിഡ്ഢിയല്ലേ? എന്നെ ഒരുത്തി വിഡ്ഢിയാക്കിയല്ലോ. ഒരുത്തി മാത്രമല്ല, ആ ഒരുത്തിയുടെ കുടുംബം മുഴുവനും. പിന്നെ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് അവളോട് ദേഷ്യമില്ലാത്തതുള്ളൂ, അലീനയെ പോലൊരു മകളെ ജനിപ്പിച്ചതിൽ. എന്ന് കരുതി അവളോട് അനുകമ്പയോ സ്നേഹമോ നീ ബാലചന്ദ്രനില്ല. അതെനീ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കണ്ട. ശരി, ബാലേട്ടൻ്റെതായിട്ടുള്ള ശരിയുണ്ട്. ഇതുവരെ ബാലേട്ടൻ എടുത്ത തീരുമാനത്തിലൊന്നും ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല. ഇപ്പം എനിക്കെന്തോ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബാലേട്ടൻ അത് വിട്ടേക്ക്. അല്ല, നമ്മൾ ഏകദേശം സ്ഥലത്താനായിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ കുളത്തുപുഴ റോഡെത്തി. അവിടുന്ന് ഈ പറഞ്ഞ സ്റ്റാൻലിയുടെ വീട് എവിടെയായിരിക്കും? ഞാനിതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ, ആരോടെങ്കിലൊക്കെ ചോദിക്കാം. താൻ വണ്ടി എടുക്ക്. ശരി, ഇതും പറഞ്ഞ് ഗോവർദ്ധൻ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയ സമയത്താണ് അവിടെ ഒരു ബോർഡ് കാണുന്നത്, കുളത്തുപുഴാന്ന്. ബാലേട്ടാ, കുളത്തുപുഴ എത്തി. അല്ല, ഇനി ഇവിടുന്ന് എങ്ങോട്ടായിരിക്കും? ആ സ്റ്റാൻലിയുടെ വീട് എവിടെയാണെന്ന് എങ്ങനെ കണ്ടെത്തുക? ഇവിടെ കടകളൊന്നും കാണാനില്ലല്ലോ. നമുക്കേ കുറച്ചുകൂടെ മുന്നിലോട്ട് പോയി നോക്കാം, ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നാ പിന്നെ നീ വണ്ടി എടുക്ക്. അങ്ങനെ വീണ്ടും കുറച്ചുകൂടി മുന്നിലോട്ട് പോയപ്പോഴാണ് കേട്ടോ ഒരു ചെറിയ അങ്ങാടി സെറ്റപ്പ് ഒക്കെ കാണുന്നത്. അവിടെയാണെങ്കിൽ 1-2 പഴയ കടകളുണ്ട് കേട്ടോ. ബാലേട്ടാ, ഇവിടെ ഒരു ചായക്കട കാണാനുണ്ട്. അയാളോട് ചോദിച്ചാലോ? ഇങ്ങനെ കാറിൽ നിന്ന് വിളിച്ചു ചോദിക്കണ്ട, നമുക്ക് രഹസ്യമായിട്ട് പുറത്തിറങ്ങിയിട്ട് ചോദിക്കാം. അതെന്താ ബാലേട്ടാ അങ്ങനെ? വേറൊന്നുമല്ല, ചായക്കടയല്ലേ, സാധാരണ ചായക്കടയിൽ നിന്നാണ് എന്തുണ്ടെങ്കിലും ലീക്കാവുക. ഇനിയിപ്പം നമ്മൾ വന്നത് വെറുതെ എന്തിനാ ഇവരൊക്കെ അറിയുന്നത്? അതിനേക്കാളും നല്ലത് നമുക്ക് അവിടെ ചെന്ന് ചോദിക്കുന്നതാ. രണ്ടും ഒന്നല്ലേ ബാലേട്ടാ? നീ പറയുന്നത് കേക്ക് ഗോവർദ്ധ. ശരി, ഇതും പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങാനിട്ടോ. അങ്ങനെ 2 പേരും കൂടി ചായക്കടയിലോട്ട് കയറുകയാണ്. ചേട്ടാ, 2 ചായ. എന്താ കേട്ടില്ല? എന്തെങ്കിലും പറഞ്ഞോ? എന്താ വേണ്ടത്? അപ്പൊ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ചേട്ടാ 2 ചായ. കേട്ടില്ല. ബാലേട്ടാ, ഇയാളെന്താ നമ്മളെ കളിയാക്കണോ? ഒന്ന് അടങ്ങ്. അപ്പോഴാണ് തൊട്ടിപ്പുറത്തിരിക്കുന്ന പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ പറയുന്നത്, അതെ, പുള്ളിയോട് കുറച്ച് ഒച്ചത്തിൽ പറയണം, കേൾവി അല്പം കുറവാ. അതാണോ? അപ്പം ഇയാൾക്ക് ചെവി കേൾക്കില്ല അല്ലേ? ഗോവർദ്ധ, നീ കുറച്ച് ഉറക്കെ പറഞ്ഞോ. ബാലേട്ടൻ അങ്ങ് പറഞ്ഞാൽ മതി. എടോ, 2 ചായ. അങ്ങനെ പറ, ചായ. അല്ല, കട്ടൻ ചായ വേണോ പാൽ ചായ വേണോ? എന്താ ഇവിടെ ഉള്ളത്? അപ്പൊ പത്രം വായിക്കുന്ന ആ ചേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നു സാറേ, നിങ്ങൾക്ക് ഏതാ വേണ്ടത്? കട്ടൻ ചായ മതിയോ പാൽ ചായ മതിയോ? ഞങ്ങൾക്ക് പാല് മതി. ചേട്ടാ, പാൽ ചായ ഇവർക്ക് 2 പേർക്കും. മധുരോ? കുഴപ്പമില്ല. മധുരം കുഴപ്പമില്ല. ശരി. അങ്ങനെ അയാളാണെന്നുണ്ടെങ്കിൽ ചായ ഇട്ടോണ്ടിരിക്കാൻ കേട്ടോ. ഈ കടക്കാരൻ്റെ ഒരു അവസ്ഥ. ഇവിടെ തന്നെ ചായ കുടിക്കണമെന്ന് ബാലേട്ടൻ എന്താ ഇത്ര നിർബന്ധം? ഇവിടെയൊക്കെ കണ്ടില്ലേ, ആകെ ഈച്ചയാർക്കുന്നു. എടോ,
ഇതുപോലുള്ള ഗ്രാമങ്ങളിലൊക്കെ വന്ന ഇത് തന്നെ അവസ്ഥ. കിട്ടിയത് കുടിക്കണം, ഇല്ലെങ്കിൽ വലുത് കിട്ടുമെന്ന് കരുതി ടൗണും നോക്കി ഇരുന്നാലേ ഇവിടുന്ന് ടൗണൊക്കെ എത്ര ദൂരെയാണെന്ന് അറിയോ? ഓ, എന്നാലും ഒരു നേരം ചായ കുടിച്ചില്ലെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ച് വെള്ളം കുടിച്ചാൽ മതിയല്ലോ. ഏതായാലും ചായ പറഞ്ഞില്ലേ, നമ്മുടെ ആവശ്യമല്ലേ, നമുക്കത് കുടിച്ചേക്കാം. ദാ 2 ചായയും. അയാളാണെങ്കിൽ ചായയിൽ വിരലിട്ടിട്ടാട്ടോ കൊണ്ടുവന്നത്. അയ്യേ, എന്താണോ ഇത്, ചായയിൽ വിരലിട്ടിട്ടാണോ കൊണ്ടുവരുന്നത്? ഛേ. അപ്പൊ പത്രക്കാരൻ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലൊന്നും അയാൾക്ക് കേൾക്കില്ല. പിന്നെ ചായയിൽ വിരലിടുന്നത് അത് അയാളുടെ ഒരു പോളിസിയാ. ടേസ്റ്റ് കൂടിയെന്നേ, കുടിച്ചോ? ഓ, ടേസ്റ്റ് കൂടെങ്കിലേ താനങ്ങ് എടുത്ത് കുടിക്കടോ. അതെ, തനിക്ക് വേണമെങ്കിൽ കുടിക്ക്, അല്ലെങ്കിൽ ഒഴിച്ചു കളഞ്ഞാള്. വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കതേ. എൻ്റെ പൊന്ന് ബാലേട്ടാ, വന്ന കാര്യം ചോദിക്ക്, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. ഇവിടെ വൃത്തി പോലും ഇല്ല. ചോദിക്കാം. അപ്പം ആ ചായക്കടക്കാരൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല, ഈ 2 പേരെയും ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇവിടുന്ന് വരുവാ? സ്ഥലം കാണാൻ വേണ്ടി വന്നതാണോ? നമ്മൾ സ്ഥലം കാണാൻ വേണ്ടി വന്നവരും കൂടിയാണ്. കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരാളെയും കൂടി കാണാമെന്ന് കരുതി. എന്നാ സാറേ, കേട്ടില്ല. അപ്പം ആ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ പറയുന്നുണ്ട്, എൻ്റെ ചേട്ടാ, അവരുടെ കൂടെ പഠിച്ച ആരോ ഇവിടെ ഉണ്ട്, കൂട്ടത്തെ സ്ഥലം കൂടി കാണാൻ വന്നതാണെന്ന്. ഓ, അങ്ങനെ. അപ്പം ആ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ ബാലചന്ദ്രൻ, ഞങ്ങളുടെ കൂടെ പഠിച്ച വ്യക്തി ഇവിടെ എവിടെയോ ആണ് താമസം. ആണോ? ഇവിടെ എവിടെ? കുളത്തപ്പുഴ എന്ന് മാത്രമേ അറിയാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ വരെയുള്ള ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടാ പുള്ളിയുടെ വീടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അല്ല, എനിക്കിവിടെ ഒരുവിധം വീടുകളൊക്കെ അറിയാം. നിങ്ങൾക്ക് എവിടേക്കാ പോകണ്ടെന്ന് പറ, ഞാൻ കാണിച്ചു തരാം. ആണോ? എന്നാൽ പിന്നെ ഞങ്ങൾക്കും കൂടി അത് ഉപകാരമാവും. താങ്കൾക്ക് ആളെ അറിയാമെങ്കിൽ പറഞ്ഞുതരാം. ബാലേട്ടാ, ഇനി സമയം കളയണ്ട, ഇയാളോട് എന്നെ ചോദിച്ചോ. ചോദിക്കാം, ഒന്ന് അടങ്ങ് നീ. ഈ സ്റ്റാൻലി അറിയോ? സ്റ്റാൻലിയോ? സ്റ്റാൻലി. സ്റ്റാൻലി എന്ന് പറയുന്ന ഒരാളെ ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഗോവർദ്ധനൻ പറയുന്നുണ്ട്, അയാളൊരു മിലിറ്ററിക്കാരനാ. മിലിറ്ററിക്കാരനോ? എൻ്റെ പൊന്ന് സാറേ, ഇവിടെ ഇഷ്ടം പോലെ മിലിറ്ററിക്കാരുണ്ട്, അതിലേതാന്ന് വെച്ചിട്ടാ ഞാൻ പറയാ. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അയാളുടെ ഫുൾ നെയിം സ്റ്റാൻലി ജോസഫ് എന്നാ. അറിയില്ല സാറേ, ഒരുവിധ ആളുകളൊക്കെ എനിക്ക് അറിയാവുന്നതാ, പ്രത്യേകിച്ച് മിലിറ്ററിക്കാരെ. അപ്പോഴാണ് ബാലചന്ദ്രൻ ആലോചിക്കുന്നത്, ഈ സ്റ്റാൻലിയുടെ പേര് പറഞ്ഞിരുന്നല്ലോ, ലാലിച്ചൻ എന്ന്. ആ ലാലിച്ചൻ എന്നുള്ള പേര് ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അയാളുടെ വേറൊരു പേരും കൂടി അറിയാം. ഞാൻ കരുതി സ്റ്റാൻലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ മതിയായിരിക്കുമെന്ന്. വേറെ ഏത് പേരാ? ഒരു ലാലിച്ചൻ. അത് ശരി, ലാലിച്ചനാണോ? അതെ, കൊട്ടാരമുറ്റത്ത് ഔതക്കുട്ടിയുടെ മകൻ സ്റ്റാൻലി ജോസഫ് ലാലിച്ചൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. നേരത്തെ തന്നെ ലാലിച്ചൻ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാമെന്ന് ഞാൻ പറയായിരുന്നു. ഇത് സ്റ്റാൻലി എന്നൊക്കെ പറഞ്ഞ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഈ ലാലിച്ചന്റെ വീട് എവിടെയാണെന്ന് അറിയെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? അതിനെന്താ സാറേ, കാണിക്കാനൊന്നും ഇല്ല. ദേ, ഈ കടയുടെ പിന്നിലൂടെയുള്ള ആ റോട്ടിൽ അങ്ങ് നേരെ വിട്ടാൽ മതി. നേരെ വെച്ച് പിടിച്ചാൽ തന്നെ ലാലിച്ചന്റെ വീട്ടിലോട്ട് എത്തുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അയാളെയും കൂട്ടിയിട്ട് ഇവർ കാർ എടുത്ത് മുന്നോട്ട് വണ്ടി എടുക്കാൻ കേട്ടോ. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഈ ലാലിച്ചന്റെ വീട് എത്തുന്നത്. നിർത്ത്, ഇതാണ് ലാലിച്ചന്റെ വീട്. ഏത്? ദാ സാറേ, ഈ നേരിട്ട് കാണുന്ന വീട്. ഇതോ? അപ്പൊ ഗോവർദ്ധൻ പറയുന്നുണ്ട്, എടോ, ഇതൊക്കെ ഒരു വീടാണോ? അതിനെന്താ സാറേ, ഇവിടെ ഉള്ളവർക്ക് ഇതുപോലത്തെ ഇഷ്ടം പോലെ വീടുകളുണ്ടല്ലോ. നിങ്ങളൊക്കെ ടൗണിൽ നിന്ന് വരുന്നവരാ, വലിയ വലിയ ബംഗ്ലാവ് പോലത്തെ വീടുകളുണ്ടാവും. നിങ്ങൾക്കൊക്കെ ഇത് കാണുമ്പോൾ ചെറിയ വീടായിട്ടാ തോന്നുക. എടോ, ചെറിയ വീടിൻ്റെയും വലിയ വീടിൻ്റെയും കാര്യമല്ല പറഞ്ഞത്. ഇത് കണ്ടിട്ട് ഉപയോഗശൂന്യമായ വീട് പോലെ തോന്നുന്നു. അയ്യേ, മുറ്റമൊക്കെ കണ്ടില്ലേ സാറേ, ഇഷ്ടം പോലെ മരങ്ങളാണ്. അപ്പോൾ എന്നും മേലെ വീഴുന്നതിനനുസരിച്ച് മുറ്റം തൂക്കാൻ പറ്റുമോ? അല്ല, അതെന്താ ചെയ്താലേ കുറച്ചെങ്കിലും വൃത്തിയാക്കിയിടല്ലോ. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഗോവർദ്ധ ഒന്ന് മിണ്ടാതിരിക്കേ, തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ആക്കി തരണോ? ഹേയ്, എന്തിന്? ഇവിടുന്ന് നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ, ഞാനിവിടുന്ന് പൊയ്ക്കോളാം. പിന്നെ സാറുമാര്. ഗോവർദ്ധ, അതിങ്ങെടുത്തേ. എന്തിനാ ബാലേട്ടാ? അതിങ്ങി താ, ദാ ഇത് വെച്ചോ. വലിയ ഉപകാരമുണ്ട് സാറേ. ഇതും പറഞ്ഞ് കിട്ടിയതും വാങ്ങിക്കൊണ്ട് അയാൾ പോവാട്ടോ. ബാലേട്ടൻ ഇത് എന്തിന്റെ കേടാ? അയാൾക്ക് 500 രൂപയൊക്കെ എടുത്തു കൊടുത്തേക്കുന്നത്. വലിയൊരു കടമ്പയല്ലേ അയാൾ കടത്തി തന്നേക്കുന്നത്. വലിയ കടമ്പയോ? ഈ പ്രേതാലയം പോലത്തെ വീടിനെ മുന്നിൽ കൊണ്ട് നിർത്തിവെച്ചിട്ടാ അയാൾ പറഞ്ഞേക്കുന്നത്. ഇതാണ് ആ സ്റ്റാൻലിയുടെ വീടെന്ന്. മനുഷ്യപെരുമാറ്റം പോലും ഇല്ലാത്ത വീട്. ചിലപ്പോൾ ഇതാണെങ്കിലും അയാളുടെ വീട്. താൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങ്, നമുക്കൊന്ന് ചെന്ന് നോക്കാം. അല്ല, തനിക്കിനി പേടിയാണെങ്കിൽ താനിവിടെ ഇരുന്നോ. എനിക്കെന്ത് പേടി? ബാലേട്ടൻ കൂടെ ഉണ്ടാവുമ്പോൾ എനിക്കൊരു പേടിയില്ല. ഞാൻ വരാം, ബാലേട്ടൻ ഇറങ്ങിക്കോ. അങ്ങനെ ഇതും പറഞ്ഞ് 2 പേരും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ആ വീടിന് നേരെ നടക്കാനിട്ടോ. അപ്പോഴാണ് തൊട്ടിപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി അടിച്ചു വരുന്നത് കാണുന്നത്. ബാലേട്ടാ,
ഒരു മനുഷ്യനെങ്കിലും കണ്ടു, ദേ നോക്ക്. അങ്ങനെ അവിടെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കുറേ സമയം കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും വരുന്നൊന്നും കാണാനില്ല. അല്ല, ഈ വീട്ടിൽ ആരും ഇല്ലേ? ചുമ്മാ വെറുതെ കോളിംഗ് ബെൽ അടിക്കാണോ? എടാ, ഇവിടെ ആൾപെരുമാറ്റമൊക്കെ ഉണ്ട്, നീ കണ്ടില്ലേ? ആ കിടക്കുന്ന സാധനങ്ങളൊക്കെ നോക്ക്. എന്നിട്ട് അകത്തിന്ന് പുറത്തോട്ട് ആരെങ്കിലും വരണ്ടേ ബാലേട്ടാ? അപ്പോഴാണ് ആ പെങ്കൊച്ച് അങ്ങോട്ട് വരുന്നത്. അല്ല, നിങ്ങളൊക്കെ ആരാ? കൊച്ചെ, ഇവിടെ ആരും താമസിക്കുന്നില്ലേ? ഉണ്ടല്ലോ. ചേട്ടായി അകത്ത് കാണും. അകത്ത് ആളുള്ളത് പോലെ ഒന്നും തോന്നുന്നില്ല. കുറെ നേരമായി ബെല്ലടിക്കുന്നു, ആരും പുറത്തോട്ട് വരുന്നില്ല. ഹിച്ചായ നല്ല വെള്ളത്തിലായിരിക്കും, അതുകൊണ്ടാ പുറത്തോട്ട് വരാത്തത്. അല്ല, ഇത് ലാലിച്ചന്റെ വീടല്ലേ? അതെ, ലാലിച്ചായന അകത്തുണ്ട്. ചിലപ്പോ ഔസേപ്പേട്ടൻ ഉണ്ടാവാറുണ്ട്. ഔസേപ്പേട്ടോയ്, ഔസേപ്പേട്ടോ. ഔസേപ്പേട്ടനെ കാണുന്നില്ല. ചിലപ്പോഴേ ഔസേപ്പേട്ടൻ മാർക്കറ്റിൽ വല്ലതും പോയി കാണും. അല്ല, ഈ ആരാ ഔസേപ്പേട്ടൻ? ലാലിച്ചനെ അറിയെങ്കിൽ ഔസേപ്പേട്ടനെ അറിയാതിരിക്കില്ലല്ലോ. ഞങ്ങള് കുറച്ച് ദൂരേന്നാ. ഓ, അത് ശരി. ഔസേപ്പേട്ടൻ ഇവിടെയുള്ള ആള് തന്നെയാ? ലാലിച്ചന്റെ അടുത്ത സുഹൃത്താ? അല്ല, ഈ ലാലിച്ചനെ ഒന്ന് ഞങ്ങൾക്ക് കാണണമായിരുന്നു. ഒരു രക്ഷയില്ല സാറേ. കുറച്ചു നേരം ഇവിടെ നിന്ന് നോക്ക്, വന്നാ വന്നെന്ന് പറയാം. ഹിച്ചായനെ ലെക്കിറങ്ങിയിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അല്ല, ഇന്നലെ രാത്രി ക്യാമ്പിൽ നിന്ന് വരുമ്പോ കുടിച്ചോണ്ട് വന്നതാണല്ലോ. ഇപ്പോഴത്തേക്കും ലെക്കൊക്കെ ഇറങ്ങി കാണുമല്ലോ. ഇതിപ്പോ എന്തു പറ്റി? ഞാനൊന്ന് അങ്ങോട്ട് വരാം, ചിലപ്പോ ഞാൻ വിളിച്ചാൽ തുറക്കും. ഇതും പറഞ്ഞുകൊണ്ട് ആ കൊച്ചു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇച്ചായമാരൊന്ന് ഇങ്ങോട്ട് നിന്നേ, ഞാൻ വിളിക്കാം. ലാലിച്ചായ, ലാലിച്ചായ, ഇവിടെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു, ഒന്ന് തുറക്ക് ലാലിച്ചായ. എന്താ? ഇവിടെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നോന്ന്, ഒന്ന് തുറക്കുന്നേ. കുറച്ചു നേരം വെയിറ്റ് ചെയ്, ഇപ്പൊ വരാം. ശരി ദേച്ചായ, ഇങ്ങനെ കാണാൻ വന്നവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല കേട്ടോ. ഞാൻ വന്നോളാം പെണ്ണേ. ശരി ശരി. ദേ ഇച്ചായനെ ഉണർന്നിട്ടുണ്ട്, ഇപ്പൊ തന്നെ വരും. ജസ്റ്റ് 5 minutes, അതിനുള്ളിൽ വന്നോളൂ. എന്നാ ശരി, ഞാൻ പോട്ടെ. അല്ല, കൊച്ചിന്ന് നിന്നേ. എന്താ ഇച്ചായ? ബാലചന്ദ്രനാണ് കേട്ടോ വിളിക്കുന്നത്. അല്ല, കൊച്ച് ഏതാ? കൊച്ചിന്റെ പേരെന്താ? ഈ വീട്ടിലുള്ളതാണോ? അതൊക്കെ അറിഞ്ഞിട്ട് ഇച്ചായന്മാർക്ക് എന്ത് കിട്ടാനാ? ഇച്ചായന്മാർ ലാലിച്ചായനെ കാണാൻ വന്നതല്ലേ, കണ്ടിട്ട് പോയിക്കോ. ഇനി ചോദിച്ച സ്ഥിതിക്ക് പറയാതിരിക്കുന്നത് ശരിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഞാനിതേ ഈ വീട്ടിലുള്ളതല്ല, ഈ വീട്ടിലെ ജോലിക്ക് വരുന്നതാ. എൻ്റെ പേര് റോസ്. സ്നേഹമുള്ളവര് റോസമ്മേന്ന് വിളിക്കും. ഇനി ഇച്ചായന്മാർക്ക് എന്നെ റോസമ്മേന്ന് വിളിക്കണേ അങ്ങനെ ആവാട്ടോ. അല്ല, ഇവിടെ വന്നാൽ ചായ വെള്ളമൊന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുതരാം. അയ്യോ, അതൊന്നും വേണ്ട. ഞങ്ങൾ വരുന്ന വഴിക്ക് ആ ചേട്ടൻ്റെ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടാ വരുന്നത്. അയ്യേ, ആ വാട്ടച്ചായയോ? ശരിയാ, കറക്റ്റ്, വാട്ടച്ചായ. അയാൾ ആ കൈ അതിലോട്ടിട്ട് ഇറക്കിയിട്ടാ തരുന്നെന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട് കേട്ടോ. ഗോവർദ്ധ മിണ്ടാതിരിക്കുക. എങ്ങനെ പറയാതിരിക്കും? ഇതൊക്കെ പിന്നെ പറയണ്ടേ? ഹിച്ചായമാരെ ശരിക്കും അയാളുടെ കൈപ്പുണ്യം അറിയാഞ്ഞിട്ടാ. അല്ല, ചായ കുടിച്ചില്ലെന്ന് തോന്നുന്നു. തൽക്കാലം ഞാൻ കൊണ്ടുതരാം. അതൊന്നും വേണ്ട മോളെ, അത് പറഞ്ഞാൽ പറ്റില്ല. ലാലിച്ചായൻ്റെ ഗസ്റ്റ് അല്ലേ, ഞാൻ കൊണ്ടുതരാന്നേ. ഇതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് റോസ് പോകുന്നുണ്ട് കേട്ടോ. നല്ല കൊച്ച് അല്ലേ ബാലേട്ടാ? ഓ എടാ, ആ പെങ്കൊച്ചൊരു മര്യാദയ്ക്ക് പുറത്ത് ചോദിച്ചതാ. അപ്പോഴത്തേക്കും നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഒരു ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആ സമയത്താണ് കേട്ടോ ഡോറ് തുറക്കുന്ന ഒച്ച കേൾക്കുന്നത്. എടാ, ഡോറ് തുറക്കുന്നുണ്ട്. ഡോറ് തുറക്കുന്നേ ഉള്ളൂ. ഇയാളെ എന്തെങ്കിലും കെട്ടി എഴുന്നള്ളിച്ചാൽ നന്നായിരുന്നു. ആ സമയത്ത് ഉറക്ക ക്ഷീണത്തില് സ്റ്റാൻലി ആണെങ്കിൽ ഡോറ് തുറന്ന് വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടൊക്കെ സ്ലോ മോഷൻ ആണ്, അവിടേക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ഗോവർദ്ധൻ ഞെട്ടുന്നത് കാണിക്കുന്നുണ്ട്. ഗോവർദ്ധന്റെ ഞെട്ടല് കണ്ടിട്ട് ബാലചന്ദ്രനാണെങ്കിൽ ഗോവർദ്ധന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഡാ ഗോവർദ്ധ. എന്താ ബാലേട്ടാ? എന്താടാ? ഒന്നുമില്ല. അല്ല, ആരാ? എന്തു വേണം? എന്തിനാ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? സ്റ്റാൻലി ഒന്ന് കാണേണ്ട ആവശ്യം വന്നു. സ്റ്റാൻലി എന്ന് വിളിച്ചപ്പോൾ ഒന്ന് ഞെട്ടലോടെ അയാളുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ സ്റ്റാൻലി. അല്ല, നിന്റെ പേരെവിടെ നിന്ന് കിട്ടിയെന്നായിരിക്കും. അതെ, സ്റ്റാൻലിയുടെ പേര് എനിക്ക് കിട്ടേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ ഈ സ്റ്റാൻലി എന്നുള്ള പേര് കിട്ടി. അവസാനം ഞാൻ ഇവിടെ വരെ എത്തി, സ്റ്റാൻലി ഇരിക്കുന്ന സ്ഥലത്ത്. അല്ല, എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ ആരാണ്? നിങ്ങളാണോ എന്നെ അന്വേഷിച്ച് റോബിൻ്റെ വീട്ടിൽ ചെന്നത്? അതെ, എൻ്റെ മുന്നിൽ വെച്ചായിരുന്നു ഔദച്ചായൻ നിങ്ങൾക്ക് വിളിച്ചത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, നിങ്ങളെന്തിനാ അത്രയും ദൂരം താണ്ടി വീണ്ടും ഇങ്ങോട്ട് വന്നത്? വരേണ്ട ആവശ്യം വന്നു. സ്റ്റാൻലിയെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട ആവശ്യം വന്നു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. വന്ന കാര്യം പറഞ്ഞിട്ട് പോണം മിസ്റ്റർ. അതിന് തന്നെ ഈ ബാലചന്ദ്രൻ ഇങ്ങോട്ട് വന്നത്. പറയാനുള്ളത് സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കി പറയാൻ. എടോ, എന്താ തൻ്റെ ഭാവം? എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് കാര്യത്തിൽ സംസാരിക്കുന്നു. അത് ശരി ഗോവർദ്ധ,
ഞാനിവനോട് കയർത്ത് സംസാരിക്കുന്നോന്ന്. ആ സമയത്ത് ഗോവർദ്ധനാണെങ്കിൽ തല താഴ്ത്തി നിൽക്കാൻ കേട്ടോ. ഹാ ഡാ, നീ എന്തോന്നും പറയാത്തത്? ഒന്നുമില്ല ബാലേട്ടാ. നിനക്ക് പറയാനില്ലെങ്കിൽ എനിക്ക് പറയാനുണ്ട്. ഇത്രയും ദൂരം താണ്ടി ഞാൻ കുളത്തുപുഴ എത്തി സ്റ്റാൻലിയെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് പറയാതെ ഈ ബാലചന്ദ്രൻ ഇവിടുന്ന് പോവില്ല. താൻ ഏത് ബാലചന്ദ്രനാ? എനിക്ക് തന്നെ അറിയത്ത പോലുമില്ല. പിന്നെ താനെന്തിനാ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? ഇനി ബിസിനസിന്റെ വല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ അത് പുറത്ത് വെച്ച് സംസാരിക്കണം മിസ്റ്റർ. താൻ കുറേ നേരം ആയല്ലോ കിടന്ന് തിളയ്ക്കുന്നത്. ആദ്യം ഞാൻ പറയാനുള്ളത് അങ്ങോട്ട് കേൾക്ക്. ആ സമയത്താണ് റോസ് അങ്ങോട്ട് വരുന്നത്. ഇച്ചായ ദാ ഇതെടുത്ത് കുടിക്ക്. എന്നാ ഇത് കണ്ടപ്പോൾ തന്നെ സ്റ്റാൻലിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആരാടി നിന്റെയൊക്കെ ഇച്ചായമാർ? അപ്പോൾ ആ പെണ്ണൊന്ന് പേടിക്കുന്നുണ്ട്. അത് പിന്നെ ഇവര് കുറെ ദൂരേന്ന് വന്നാ നീ അവരെ സൽക്കരിച്ചിരുത്തോ? ഇരുത്തോടി. വെറുതെ എന്തിനാ കൊച്ചിനോട് ദേഷ്യപ്പെടുന്നത്? ഡോ, താൻ തൻ്റെ പണി നോക്കിയാൽ മതി. വന്നിട്ട് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പോണം. അല്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ കയറി ഇടപെടാൻ വരണ്ട. അതിനിത് തൻ്റെ ആരും അല്ലല്ലോ, അപ്പുറത്തെ വീട്ടിൽ ജോലിക്ക് വന്ന കൊച്ചല്ലേ. ഇതിനെ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കാൻ നീ ആരാ? അത് ശരി, കൊള്ളാലോ. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളെ തന്നെ നിങ്ങളൊക്കെ പഴി പറയുന്നു. ദേ സ്റ്റാൻലി, മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. താനാണ് മര്യാദയില്ലാതെ ഇങ്ങോട്ട് സംസാരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ മിസ്റ്റർ ബാലചന്ദ്രനോട് ചോദിച്ചത്. എന്തിനാണ് എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാൻ തന്നെയാടാ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെന്ന് പറയില്ല, ഞാൻ അകത്തിരുന്ന് സംസാരിക്കാം. എന്നാ എനിക്ക് ഇവിടുന്ന് കേട്ടാൽ മതി. നിന്റെ പഴയ ചരിത്രം ഇവിടെ നിന്ന് നിനക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കൊട്ടിക്കോഷിച്ച് പറയാം. ഒരു മൈക്കും കൂടി എടുക്കാം. എന്നാൽ ആ സമയത്ത് സ്റ്റാൻലി ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പഴയ ചരിത്രം? തനിക്ക് എന്തറിയാന്നാ പറയുന്നത്? വൈജയന്തി അറിയോ? വൈജയന്തി എന്ന് കേട്ടപ്പോൾ തന്നെ സ്റ്റാൻലി ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്താടോ താൻ ഞെട്ടിയോ? ഇനി പറ, ഞാൻ ഇവിടെ നിന്ന് പറയണോ അകത്ത് കയറി സംസാരിക്കണോന്ന്? അകത്തോട്ട് വാ. മര്യാദയ്ക്ക് വിളിച്ചൂടെ? ഒരാളെ വീട്ടിലോട്ട് വന്നാൽ എങ്ങനെയാണോ ക്ഷണിക്കേണ്ടത്? ബാലചന്ദ്രൻ അകത്തോട്ടിരിക്കേ. എടി റോസേ, നീ എന്താ നോക്കിയിരിക്കുന്നത്? പോ. ശരി ചായ. ഇതും പറഞ്ഞുകൊണ്ട് റോസ് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് കേട്ടോ. ഇയാള് ബാലേട്ട, ഞാൻ കാറിലിരിക്കാം. ശരി. അങ്ങനെ അയാളാണെന്നുണ്ടെങ്കിൽ കാറിലിരിക്കാൻ പോകുന്നു കേട്ടോ. കാരണം അയാളുടെ ഉള്ളിൽ ഒരു പ്രത്യേക രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ രഹസ്യം എന്താണെന്നുള്ളത് ഇപ്പം കാണിക്കൂ കേട്ടോ. അതിന് മുന്നേ ആയിട്ട് സ്റ്റാൻലിയുടെയും ബാലചന്ദ്രൻ്റെയും സംസാരം കേൾക്കാം. സ്റ്റാൻലിക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. ആരാ? ഞാൻ ആരാണെന്ന് അറിയുന്നേക്കാളും മുൻപ് വേറെ ചില കാര്യങ്ങൾ അറിയുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. അതാദ്യം പറഞ്ഞിട്ട് മതി അവസാനം ഞാൻ ആരാണെന്ന് പറയല്. ആയിക്കോട്ടെ, നിങ്ങൾ ആരാണെന്ന് എപ്പോൾ വേണമെങ്കിലും പറഞ്ഞോ. പക്ഷേ നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എന്നൊന്നും എനിക്കറിയണ്ട. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ചാപ്റ്ററാ നിങ്ങളിപ്പോൾ വലിച്ചിടുന്നത്. അതുകൊണ്ട് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. സ്റ്റാൻലിക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാ സ്റ്റാൻലിക്ക് അത് ഇൻട്രസ്റ്റ് കൂട്ടും. ദേ മിസ്റ്റർ, വൈജയന്തിയുടെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. അവളിപ്പോൾ മറ്റൊരാളുമായിട്ട് നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുകയാണെന്ന് അറിഞ്ഞു. വെറുതെ അതൊരു പ്രശ്നമാക്കി തീർക്കരുത്. അവൾ സന്തോഷത്തോടെ കഴിയണം. അവളുടെ കൂടെയുള്ള ആള് ഒന്നും അറിയരുത്. അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് നിനക്കും അവക്കും അർമാദിക്കണം അല്ലേടാ? നിങ്ങൾ? അതേടാ, ഞാൻ ബാലചന്ദ്രൻ. ഒരു വിഡ്ഢിയെ പോലെ 10-20 വർഷത്തിന് മുകളിൽ അവളുടെ കൂടെ കഴിഞ്ഞു. ഒന്നും അറിയാതെ വിഡ്ഢിയാക്കില്ലേ നിങ്ങളെല്ലാവരും കൂടി എന്നെ? അതിനു പകരം തനിക്ക് അവളെ കെട്ടി ജീവിച്ചൂടായിരുന്നോടോ? എന്തിനാ എൻ്റെ കുടുംബം കുട്ടിച്ചോറാക്കിയത്? നിങ്ങൾ വൈജയുടെ ഭർത്താവാണോ? ഇത്രയും നിന്നോട് സംസാരിച്ചിട്ട് നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? മിസ്റ്റർ ബാലചന്ദ്രൻ, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുക. ഈ കാര്യമൊന്നും മനഃപൂർവ്വം ആയിരുന്നില്ല. മദ്യത്തിന്റെ ലഹരിയിലായിരുന്നോടാ പിന്നെ അതൊക്കെ? ഒരു കുഞ്ഞിന് ജന്മം നൽകിയതും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഒരു രാത്രി നീയും അവളും കൂത്താടിയില്ലേ? ബാലചന്ദ്ര, അതിനെക്കുറിച്ച് ഇനി പറയരുത്. ഒന്നുമില്ലെങ്കിലും അവളുടെ ഭർത്താവല്ലേ നീ ഇപ്പോൾ? താൻ ഇനി എന്തിനാ ആ ചാപ്റ്റർ എടുത്തിടുന്നത്? അത് തനിക്ക് പുറത്തൂടെ? പൊറുക്കാൻ പറ്റുന്ന തെറ്റാണോ? എനിക്കറിയാം തനിക്ക് ഇതുപോലെ ഒരു കുടുംബം ഉണ്ടെന്ന്. തന്നെ എന്താണെന്നോ ഏതാണെന്നോ അറിയാതെ പരിശുദ്ധിയോടെ വിശ്വസിക്കുന്ന ഒരു ഭാര്യ. എന്നെപ്പോലെ വഞ്ചിക്കപ്പെട്ടവൾ. വൈജയനെ ചതിച്ചു. നീ ആ ഭാര്യയും. ബാലചന്ദ്ര, ഞാൻ നിന്റെ കാല് പിടിക്കാം. വെറുതെ ഈ പ്രശ്നങ്ങളൊന്നും മറ്റുള്ളവരോട് പറഞ്ഞ് കുടുംബങ്ങൾ ഇല്ലാതാക്കരുത്. ഞാൻ ആരുടെയും കുടുംബം ഇല്ലാതാക്കാൻ വന്നതല്ല. പക്ഷേ എനിക്ക് തൻ്റെ കുഞ്ഞിനെ തൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്നുണ്ട്. എൻ്റെ കുഞ്ഞോ? ഏത് കുഞ്ഞ്? നിനക്കും വൈജയന്തിയിലും അന്ന് രാത്രി ഉണ്ടായ കുഞ്ഞ്. ദേ ബാലചന്ദ്രൻ, അനാവശ്യം പറയരുത്. ഞാൻ അനാവശ്യമല്ല പറഞ്ഞത്. നിന്റെ മകൾ ഇപ്പൊ എൻ്റെ അടുത്തുണ്ട്. ഇതും പറഞ്ഞിട്ട് എല്ലാ കഥകളും ബാലചന്ദ്രൻ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാം കേട്ടതിന് ശേഷം നിശ്ചലതയോടെ നിൽക്കുന്ന സ്റ്റാൻലിയാണ് കാണിക്കുന്നത്. പറ, സ്റ്റാൻലിക്ക് സ്റ്റാൻലിയുടെ കുഞ്ഞിനെ വേണമെന്ന്. എന്തായാലും
വൈജയന്തി അവളൊരു അഹങ്കാരിയാ. അവൾ അവളുടെ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞാലും സ്വന്തം കുഞ്ഞായി ഏറ്റെടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെങ്കിലും മനുഷ്യപ്പറ്റ് തനിക്കുണ്ടോയെന്നറിയാനാ തൻ്റെ അടുത്തോട്ട് വന്നത്. ബാലചന്ദ്ര, എനിക്ക് താൻ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അത് മാത്രമല്ല, ഞാൻ നിന്റെ കാല് പിടിക്കാം. എനിക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തെ വിചാരിച്ചെങ്കിലും അങ്ങനെ ഒരു കുട്ടിയുള്ള കാര്യം ആരും അറിയരുത്. ഇടയ്ക്ക് ക്യാമ്പിൻ്റെ അടുത്തായതുകൊണ്ട് ഇവിടെ വന്ന് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കെൻ്റെ കുടുംബമാണ് വലുത്. എനിക്കെൻ്റെ കുടുംബമാണ് ജീവൻ. അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവരുടെ കുടുംബം ജീവനാടോ. അത് നീ മനസ്സിലാക്ക്. ദേ, ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു. താനിപ്പോൾ ഇവിടുന്ന് പോവണം. ദയവ് ചെയ്ത് ആ പെണ്ണിനെയും കൂട്ടി ഇങ്ങോട്ട് വരരുത്. ആ പെണ്ണോ? എടോ, തൻ്റെ സ്വന്തം മകളാടോ അത്. തൻ്റെ ചോര. തനിക്ക് അതിനോട് ഒരു ഇത്തിരി പോലെ അനുകമ്പയില്ലേ? എൻ്റെ സ്വന്തം ചോര അല്ലാഞ്ഞിട്ട് പോലും ഞാൻ അതിനെ സ്വന്തം മകളായി കണ്ടില്ലേ? തനിക്ക് തന്നെ മകളായി കണ്ടൂടെ ബാലചന്ദ്ര? എനിക്ക് മകളായി കണ്ടൂടേന്നോ? ഞാൻ പറഞ്ഞില്ലടോ, എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നില്ലൊന്നും. പ്ലീസ് ബാലചന്ദ്ര, എനിക്ക് ആ പെണ്ണിനെ തലയിൽ കയറ്റാൻ പറ്റില്ല. അതെനിക്കൊരു ഭാരമാവും. എന്താ നീ പറഞ്ഞത്? ഭാരമാവുന്നോ? ഇതൊന്നും അറിഞ്ഞിട്ടല്ലായിരുന്നോടോ ഒന്നും. ഇതും പറഞ്ഞുകൊണ്ട് അയാളുടെ ഷോൾഡറിൽ കയറി പിടിക്കാൻ കേട്ടോ. ബാലചന്ദ്ര, വീട് ബാലചന്ദ്ര. എനിക്ക് തൻ്റെ പ്രശ്നം മനസ്സിലാവും. പക്ഷെ എനിക്കിപ്പോൾ മറ്റു നിവൃത്തിയൊന്നുമില്ല. ഞാൻ തൻ്റെ കാല് പിടിക്കാം. എനിക്ക് എൻ്റെ കുടുംബം ഇല്ലാതാക്കരുത്, പ്ലീസ്. അപ്പോൾ തനിക്ക് തൻ്റെ മകളെ വേണ്ടല്ലേ? എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ലല്ലോ ബാലചന്ദ്ര. എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്ക്. അപ്പോൾ ആ കൊച്ചിനെ ആർക്കും വേണ്ട. തനിക്ക് തൻ്റെ മകള് എങ്ങനെയുണ്ടെന്നെങ്കിലും കാണണ്ടേ? എനിക്കൊന്നും കാണണ്ട. ആ കൊച്ച് എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, ഞാൻ അതിന് അവകാശം പറഞ്ഞു വരില്ല. അപ്പോൾ അമ്മയ്ക്കും വേണ്ട, അച്ഛനും വേണ്ട. കൊള്ളാം. ഞാൻ തൻ്റെ അടുത്തെങ്കിലും വന്ന് പറഞ്ഞാൽ താനെങ്കിലും ആ കൊച്ചിനെ ഏറ്റെടുക്കുമെന്ന് ഞാൻ കരുതി. പോട്ടെ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെ വിശ്വസിച്ച് ഇവിടം ദൂരം താണ്ടി വന്നു നല്ലവനാണെന്ന് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓരോ കിലോമീറ്ററുകൾ താണ്ടുമ്പോഴും താൻ അലീനയെ സേഫാക്കി നോക്കുമെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ താനും അവളും ഒരുപോലെയാണെന്ന് മനസ്സിലായി. നിങ്ങളെ രണ്ടുപേരെയും ഒരു യുഗത്തിൽ കെട്ടാന്ന് മനസ്സിലായി. ബാലചന്ദ്ര, മതി. ഇനിയൊരു അക്ഷരം താൻ മിണ്ടരുത്. അലീനയുടെ കാര്യം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. മാറടാ. ഇതും പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രനെ ദയനീയമായി കരച്ചിലോടെ നോക്കുന്ന സ്റ്റാൻലിയെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ കാറിൽ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗോവർദ്ധന് ആകെ ഒരു ടെൻഷൻ കേട്ടോ. ഗോവർദ്ധ, വണ്ടി എടുക്ക്. ഗോവർദ്ധ. സാറേ, കഴിഞ്ഞോ? എന്ത്? അല്ല ബാലേട്ട, കഴിഞ്ഞു. അല്ല, തനിക്കെന്താ ഒരു മൂഡ് ഓഫ് പോലെ? ഞാൻ അവിടുന്ന് ശ്രദ്ധിച്ചതാണല്ലോ. എന്താ പ്രശ്നം? അത് പിന്നെ പറയടോ, എന്താ? അത് പറയേ. ഇയാള് എൻ്റെ അറിവിലുള്ള ഒരാളെയാണ് വിവാഹം കഴിച്ചത്. ഞാനാ ആ വിവാഹം ശരിയാക്കി കൊടുത്തത്. അവരെ ഈ കുളത്തുപുഴയിൽ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇവനായിരിക്കും ആ ചതിയനെന്ന് ഞാൻ കരുതിയില്ല. ബാലേട്ട, സത്യം പറഞ്ഞ് എനിക്കിപ്പോൾ ടെൻഷനാവുന്നു. ഇതൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെയല്ലേ പഴിക്കത്തുള്ളൂ. ഓഹോ, അപ്പം അതിനിടയിൽ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലേ? അതെ. അതിനാര് സത്യം പറയുന്നു? അവനവൻ്റെ മകളെ വേണ്ട. പിന്നെ ഞാൻ ആരോട് സത്യം പറയാനാ? നീ വണ്ടി എടുക്കുക, നമുക്ക് റൂമിലോട്ട് പോവാം. അവിടെ നിന്ന് നേരെ നാട്ടിലോട്ട്. മക്കളവിടെ ഒറ്റയ്ക്കല്ലേ, അവിടെ ചെന്നിട്ട് തീരുമാനിക്കട്ടെ അലീന എങ്ങോട്ട് പോവണമെന്ന്. വണ്ടി എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. ഈ എപ്പിസോഡിൻ്റെ ബാക്കി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.